ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷഹനാസ് മാജിക്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഇന്ന് നമ്മുടെ വ്ളോഗിൽ കാണിക്കുന്നത് പെരുന്നാളിൻ്റെ മുന്നായിട്ടുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ. അതായത് പെരുന്നാൾക്ക് നമ്മൾ ഡ്രസ്സ് എടുക്കൽ, മുടി വെട്ടൽ, ചെരുപ്പെടുക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെയാണ്. ഇതൊക്കെ ഒരു രസമുള്ള കാര്യങ്ങളാണല്ലോ അല്ലേ. പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ ഷോർട്സ് ആയിട്ട് എടുത്തു വെച്ചതാണ്. ഒരു ദിവസത്തെ വ്ളോഗ്, ഒരു ദിവസത്തെ ആയിട്ട് വീഡിയോ എടുത്തതല്ല കേട്ടോ, ഒരുപാട് ദിവസത്തെ വീഡിയോ ആണ്. മക്കളുള്ളതുകൊണ്ട് അറിയാമല്ലോ, പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഒന്നും നടക്കില്ല. മക്കളെയും കൊണ്ട് പോകുമ്പോൾ അവരുടെ മൂഡും കാര്യങ്ങളും അവരുടെ ഉറക്കും ഭക്ഷണവും ഒക്കെ റെഡി ആവണം അല്ലേ. അപ്പം നമുക്കറിയാം, ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഒരുപാട് ടൈം പിടിക്കുന്നൊരു പ്രോസസ്സാണ്. പ്രത്യേകിച്ച് എനിക്കൊക്കെ ഒന്നും പെട്ടെന്നൊന്നും അങ്ങനെ കണ്ണു പിടിക്കില്ല. നന്നായിട്ട് സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമേ ഞാനൊരു സാധനം എടുക്കുകയുള്ളൂ. അപ്പോൾ എനിക്കത് ഒരുപാട് വട്ടം തിരിച്ചും മറിച്ചും നോക്കി ആലോചിച്ച് നോക്കിയിട്ടേ ഞാനൊരു സാധനം എടുക്കുകയുള്ളൂ. അപ്പോൾ എനിക്കതിന് മാത്രം സമയവും വേണം. ഇതിപ്പോൾ നമ്മൾ മദീന മാളിലുള്ള കാരിഫോറിൽ വന്നതാണ്. കാരിഫോറിൽ നമ്മളിങ്ങനെ ഇതിൻ്റെ ഉള്ളിലും ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ മക്കൾക്കൊക്കെ പിന്നെ റേറ്റ് കുറഞ്ഞിട്ടൊക്കെ ഡ്രസ്സും വീട്ടിൽ നിന്ന് ഇടാൻ പറ്റിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടോ നോക്കാനും, പിന്നെ 2-3 ഐറ്റം എടുക്കാനുണ്ടായിരുന്നു, പാലും കോഴിമുട്ടിയൊക്കെ. അപ്പോൾ അതൊക്കെ എടുക്കുകയും ചെയ്യാതിരിച്ചിട്ട് അങ്ങനെ കയറിയതാണ്. സംഭവം നമ്മൾ മദീന മാളിൽ പോയത് ഡ്രസ്സ് നോക്കാനായിരുന്നു. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊന്നും അവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഏതായാലും ഇനി അത് സ്കിപ്പ് ചെയ്യാതിരിച്ചു. പിന്നെ നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ രാത്രി 10:30 മണിക്ക് കേട്ടോ അവിടെ എത്തിയത്. പിന്നെ നമുക്ക് ഒരുപാട് ടൈമൊന്നും ഉണ്ടായിരുന്നില്ല നോക്കാനായിട്ട്. പിന്നെ ഇനിയിപ്പോൾ ഏതായാലും ഫുഡ് കഴിച്ച് വീട്ടിൽ പോകാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ പിന്നെ അൽസാഹി പറഞ്ഞൊരു മാളുണ്ട് ഇവിടെ, അവിടെ അൽബൈക്ക് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ബർഗർ വാങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നേരെ നമ്മൾ അവിടേക്ക് പോയി. അൽബൈക്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഓർഡർ ചെയ്ത സാധനം കിട്ടാനും അത്യാവശ്യം നന്നായി നേരം വൈകിട്ടുണ്ടായിരുന്നു. ലേറ്റ് ആയതുകൊണ്ട് തന്നെ മക്കൾക്കൊക്കെ അത്യാവശ്യം നന്നായി വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബർഗർ കഴിക്കുന്നതിന് കുറച്ച് അവർക്കും കൊടുത്തു. അവർക്ക് ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. പിന്നെ നമ്മൾ വല്ലാതെ അങ്ങനത്തെ ഒന്നും കൊടുക്കാറില്ല, ടേസ്റ്റ് ചെയ്യാൻ മാത്രം കൊടുക്കാറുള്ളൂ. പിന്നെ അവിടെ കളിക്കാനായിട്ട് മക്കൾക്ക് ഇവിടെ ഒരുവിധം മാളിലൊക്കെ മക്കൾക്ക് കളിക്കാനായിട്ട് നല്ലൊരു ഏരിയ ഉണ്ടാകും. അതിൽ ക്യാഷ് ഇട്ടിട്ട് വേണം കളിക്കാനായിട്ട്. അല്ലാതെ കയറി കാണാൻ കളിക്കുകയും ചെയ്യുന്നതുകൊണ്ടൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ മക്കളവിടെ കുറച്ച് നേരമൊക്കെ അവിടെയൊക്കെ ഒന്ന് ചുറ്റി കാണിച്ചു. അവർക്ക് ഇങ്ങനത്തെയൊക്കെ കാണാനും കളിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമാട്ടോ. ഇവിടെയൊക്കെ ഒരുപാട് ലൈറ്റ്സും കാര്യങ്ങളുള്ളതല്ലേ. പിന്നെ ഇത് വേറൊരു മാളാണ്. ഇത് വേറൊരു ദിവസം നമ്മൾ പോയതാട്ടോ. നമുക്കന്ന് ഡ്രസ്സൊന്നും കിട്ടിയില്ലല്ലോ. അപ്പോൾ ഇതിവിടെ അടുത്തുള്ള മെഗാ മാളാണ്. അപ്പോൾ നമ്മൾ മെഗാ മാളിലൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ്. അപ്പോൾ അവിടെ കയറി നോക്കിയപ്പം മേലെ നമ്മൾ പോയി നോക്കിയപ്പം അവിടെ ഈ ഫുഡ് കോർട്ടും അതുപോലെ തന്നെ മക്കൾക്ക് ഈ കളിക്കാനുള്ള ഏരിയയും കൂടി മിക്സ് ചെയ്തിട്ടാട്ടോ അവർ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇതിൻ്റെ മേലേക്ക് വരുന്നത്. അപ്പം എന്താ പറയുക, നമ്മൾ ശരിക്കും ഒരു എക്സിബിഷനൊക്കെ പോയ ഒരു മാതിരി നല്ല ഭംഗിയുണ്ടായിരുന്നു മൊത്തത്തിൽ അവിടെ കാണാനായിട്ട്. അവിടെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചതും ഒക്കെ ആയിട്ട് കാണാനായിട്ട് നമ്മളൊരു ഗുഹേൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് പോകുന്ന ഒരു ഫീലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഞാൻ വേറെ മാളിലൊന്നും കാണാത്ത തരത്തിലുള്ള ഒരുപാട് മക്കൾക്ക് കളിക്കാനുള്ള ഉപകരണങ്ങളൊക്കെ കണ്ടിട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാറുന്നത് തന്നെ ഒരു പ്രത്യേക രസമല്ലേ. അപ്പോൾ പിന്നെ ഇവിടെ ഈ ഒരു റോപ്പിലൂടെ കണ്ടോ ഈ പോകുന്ന ഇത് ഇങ്ങനെ മൊത്തത്തിൽ ഈ മാള് മൊത്തത്തിൽ ഫുഡ് കോർട്ട് മൊത്തമായിട്ട് ഇതിങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കും കാണുമ്പോൾ അതിലിങ്ങനെ കയറാനൊക്കെ ആഗ്രഹം വരും. വലിയ ആൾക്കാർക്കൊക്കെ കയറാം. ഞങ്ങൾ കാണുന്ന സമയത്ത് അതിലൊക്കെ വലിയ ആളുകളുണ്ടായിരുന്നു. പിന്നെ അവിടെ അവർ ഫുള്ള് പെരുന്നാളായിട്ടായിരിക്കും ഇപ്പം അതിൻ്റെ ഒരു തീമിൽ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 ആൾക്കാരുണ്ട്, കിടന്നു ഉറങ്ങാൻ തോന്നുന്നു. വലിയ അനക്കൊന്നുമില്ല കേട്ടോ. ഇപ്പുറത്ത് വേറൊരാളും കൂടി ഉണ്ട്. ഇയാളെ പിന്നെ തലയും വാലും ഒന്നും കാണാനില്ല. എനിക്ക് ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ നോക്കിയിരുന്നു. ശരിക്കും ജീവനില്ലാത്ത പോലെയാണ് കേട്ടോ 2 ആളും കിടക്കുന്നത്. പിന്നെ അവിടെ ഫുഡ് കൊടുക്കുന്ന ടൈമൊക്കെ അവരവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്ന് ഫുഡ് കൊടുക്കുന്ന ടൈമിൽ അവർ ജസ്റ്റ് മൂവ് ചെയ്യാൻ മതിയായിരിക്കും. പിന്നെ നമ്മൾ അന്ന് രാത്രി നമുക്ക് ഡ്രസ്സ് കിട്ടി കേട്ടോ. പിന്നെ ഒരു ദിവസം നമ്മൾ സഫാരി മാളിൽ നിന്ന് നമുക്ക് ഡ്രസ്സ് കിട്ടി. അപ്പോൾ നമ്മൾ പിന്നെ പുട്ട് കയറിയിട്ട് സഫാരി മാളിലുണ്ട്, പുതിയതായിട്ട് ഓപ്പൺ ആക്കിയതാണ്. അപ്പോൾ അവിടെ കയറിയിട്ട് അവിടുന്ന് കുറച്ച് പുട്ട്, BDF, പിന്നെ നമ്മുടെ അറിയാലോ 7 സുന്ദര രാത്രികൾ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ചിക്കൻ കറി സാധാരണ നമ്മൾ മാംഗോ പുട്ട് അങ്ങനത്തെ ഒക്കെ മേടിച്ചൊന്ന് ട്രൈ ചെയ്തു. ചിക്കൻ സൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. മക്കൾ കുറച്ച് ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്തു. ഇന്നേ ദിവസം നമ്മൾ വേറെ ഒരുപാട് ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മാക്സിലും
അങ്ങനെ കുറേ ഷോപ്പ് കയറി ഇറങ്ങിയിട്ടാണ് നമുക്ക് അവസാനം സഫാരി മാളിൽ നിന്ന് എനിക്ക് ഡ്രസ്സ് കിട്ടി. ഞങ്ങളെ കൂടെയുള്ള ആൾക്ക് കിട്ടിയില്ല കേട്ടോ. നമ്മുടെ കൂടെ വേറൊരു ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ മക്കൾക്ക് എടുത്തത്. പിന്നെ ഇത് എനിക്ക് എടുത്ത ഡ്രസ്സായിരുന്നു. പിന്നെ നമ്മൾ പോയി മൈലാഞ്ചിയൊക്കെ കളക്ട് ചെയ്തു. ഇത് ഓർഗാനിക് മൈലാഞ്ചിയാണ്. അപ്പോൾ അവിടെ ഒരാളുണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മളത് പോയി മേടിച്ചു. പിന്നെ അടുത്ത പ്രൊസീജിയർ തരുന്ന മക്കളെ മുടി വെട്ടിക്കുക എന്നുള്ളതാണ്. നമുക്ക് പെരുന്നാൾ അടുപ്പിച്ച് മുടി വെട്ടും വേണം, എന്നാൽ ബാർബർ ഷോപ്പിൽ തിരക്കില്ലാത്ത സമയത്ത് പോയി മുടി വെട്ടും വേണം. അങ്ങനെ രണ്ടാളെയും കൊണ്ട് മുടി വെട്ടാൻ പോയി. അത്യാവശ്യം നല്ല കരച്ചിലൊക്കെ ആയിരുന്നു. ആദ്യം നെയ്ഹുവിനെ ഇരുത്തി, നെയ്ഹു കരഞ്ഞ് പിന്നെ എൻ്റെ മടിയിലേക്ക് തന്നെ വന്നു. പിന്നെ നെയ്ഹുവിനെ കൊണ്ടുപോയി മുടി വെട്ടിച്ച് കൊണ്ടുപോയില്ല ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നെയ്ഹു കയറിയത് കേട്ടോ. പിന്നെ ഫോണൊക്കെ കൊടുത്ത് പിന്നെ മുടി വെട്ടുന്ന ആൾ നല്ല ഉഷാറായിരുന്നു. മക്കളെ നന്നായി കളിപ്പിച്ചൊക്കെയാണ് മുടി വെട്ടിയത്. അപ്പോൾ കുറച്ചൊക്കെ അവരങ്ങനെ ഇരുന്ന് കൊടുത്തു. എന്തായാലും മുടി വെട്ടിയൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ അവർ മുടി വെട്ടി തന്നു കേട്ടോ. ഇതിപ്പോൾ നമ്മൾ സാധാ ആണുങ്ങളൊക്കെ പോയി ചെയ്യുന്ന സാധാ ബാർബർ ഷോപ്പാണ്. അതല്ലാതെ ഇവിടെ ബ്യൂട്ടി പാർലറിൽ പോയാൽ നാട്ടിലെ പോലെ തന്നെ മക്കളെ മുടി വെട്ടിത്തരുന്ന അവരും വെട്ടിത്തരും. പക്ഷെ നമ്മൾ അവിടെ ഇതുവരെ പോയിട്ടില്ല. അവിടെ നമ്മൾ അന്വേഷിച്ചിടത്തോളം അവിടെ ഇവിടുത്തെ ഇരട്ടി ചാർജാണ് കേട്ടോ അവിടെ മേടിക്കുന്നത്. അങ്ങനെ നെയ്ഫം കൂടെ ഇതാ മുടിയൊക്കെ വെട്ടി വന്നു. അവിടുന്ന് കരയാതെ ഇരുന്നെങ്കിൽ എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് ആൾ കരിഞ്ഞു പോയിട്ടോ. പിന്നെ എൻ്റെ മടിയിൽ കുറച്ചേരം ഇരുന്നു. പിന്നെ നെയ്ഹമ്മോളെ കൊണ്ടിരുത്തിയത് നോർമലി. അവൾ പിന്നെ ആദ്യത്തെ പോലെ നല്ല കരച്ചിലായിരുന്നു. പിന്നെ മനസ്സിലായി പിന്നെ ഇരുന്ന് കൊടുക്കല്ലാതെ വേറെ രക്ഷയില്ല എന്ന് മനസ്സിലായപ്പോൾ പിന്നെ ആൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് കാമായി. അങ്ങനെ നമ്മൾ പാട്ടും മേളമൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അവിടെ മൊത്തത്തിൽ നമ്മൾ വന്നത് ഇനി അറിയാൻ ബാക്കി ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് വേഗം, പിന്നെ മുന്നേ ഇവിടെ തന്നെയാണ് വെട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് അറിയട്ടോ മക്കളെ. അങ്ങനെ രണ്ടാളും സുന്ദരിമണികളായി നമ്മൾ അവിടെ നിന്ന് വേഗം പോന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പെരുന്നാളിൻ്റെ 2 ദിവസം മുന്നേ തന്നെ മൈലാഞ്ചി ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പെരുന്നാളിൻ്റെ തലേ ദിവസം നമുക്ക് നല്ല തിരക്കാവുമല്ലോ. അപ്പോൾ മക്കളെ ഉറക്കേണ്ട ശേഷം ഞാൻ അവർക്ക് മൈലാഞ്ചി ഇട്ട് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് രാത്രി ഞാൻ എൻ്റെ കൈമിട്ടതാട്ടോ ഈ കാണുന്നത്. ആദ്യം ഞാൻ എൻ്റെ വലത്തെ കൈയുണ്ട് എൻ്റെ ഇടത്തെ കൈയിൻ്റെ ഉള്ളും ഇതാ ഇങ്ങനെ പുറത്തും ഞാനിങ്ങനെ മൈലാഞ്ചി ആദ്യം ഇട്ട് വെച്ചു. നമ്മളിവിടെ വില്ലയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചാണ് മൈലാഞ്ചി ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മളെ ഫ്രണ്ടിൻ്റെ കൈയാണ്. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ എല്ലാവരും കൂടി ഒരുമിച്ച് ആദ്യം ഇട്ടു. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമ്മുടെ ഇടത്തെ കൈയിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ മൊത്തത്തിൽ ഞങ്ങൾ 2 കൈയും നിറയെ മൈലാഞ്ചി ഇട്ടുണ്ടായിരുന്നു. നല്ല രസമല്ലേ തലേന്ന് മൈലാഞ്ചിയൊക്കെ ഇട്ട് ഇങ്ങനെ സൊറ പറഞ്ഞിരിക്കുന്നത്. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നന്നായിട്ടാണ് കിടന്നുറങ്ങിയിട്ടോ. ഞങ്ങൾക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നു, കാക്കാൻ്റെ ഏട്ടനും പിന്നെ മോളും ഉണ്ടായിരുന്നു. അപ്പം അവർ പോയി കഴിഞ്ഞതിന് ശേഷം നന്നായി കിടന്നുറങ്ങി. പിന്നെ ഒരു 10:30 രാത്രി 10:30 ആയതിൻ്റെ ശേഷമായിട്ട് നമ്മളൊന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയത്. അപ്പോൾ എല്ലാവരുടെ പെരുന്നാളും ഉഷാറായി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ നമ്മുടെ എല്ലാ പിന്നെ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻ്റായിട്ട് എഴുതി അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.